IDSP ബാങ്കിലെ 50 പേരിൽ നിന്നായി 1 കോടി രൂപ വീതം 50 കോടിയാണ് കാണാതായിരിക്കുന്നത്. മാധു, രാജ്യം കണ്ട ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഇതിന് പിന്നിൽ ആരാണെന്നോ ഇതെങ്ങനെ സംഭവിച്ചുവെന്നോ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കേൾക്കൂ, ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ സൈബർ വിങ്ങും ബാങ്കിന്റെ IT വിദഗ്ധരും എത്ര നോക്കിയിട്ടും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇറ്റ്സ് വെരി അൺയൂഷ്വൽ. ഈ ബാങ്ക് തട്ടിപ്പിന് പിന്നിൽ ഏതോ അദൃശ്യ ശക്തി പ്രവർത്തിച്ചിട്ടുണ്ട്. എന്ത് ശോകമാണ്. ഡ്രൈവർ ഭയങ്കര മൊടയാണ്. എന്താ അലമ്പ് ബസ്സാണ്. ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പോലും അയാളുടെ പാട്ട് നിർത്താൻ പറയുവോ? പസങ്ങളാ, പാട്ടെല്ലാം നിർത്ത മുടിയാത്. നമ്മ തല കാണ്ടാട് വരല നിൽക്കുന്നവരെ. എന്താ മോളെ, നല്ല പാട്ടല്ലേ? പറഞ്ഞുകൊടണ്ണാച്ചി, നല്ല പാട്ടല്ലേ? തൃശ്ശൂരുള്ള ഏതോ സ്കൂളിലെ പിള്ളേരെയും കൊണ്ട് മൂന്നാർ ടൂർ വന്നതാ. ഞങ്ങളങ്ങനെ മൂന്നാർ മുരുകപ്പയുടെ ഹോട്ടലിന് മുന്നിൽ വണ്ടി പാർക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോ പോലീസ്, കണ്ണീർ ചോരയില്ലാത്ത പോലീസുകാരൻ എനിക്ക് 2000 രൂപ പെറ്റിയടിച്ചു. കയ്യിൽ കാശില്ല, ഒന്ന് ഒഴിവാക്കി തരാൻ ഞാൻ കാല് പിടിച്ചു. ATM ചൂണ്ടിക്കാണിച്ചിട്ട് കാശ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അയാള്. അങ്ങനെ സഹികെട്ട് ATM-ൽ നിന്ന് 2000 രൂപ എടുത്ത് ബാലൻസ് സ്ലിപ്പ് നോക്കി ഞാൻ ഞെട്ടിപ്പോയി. 50 കോടി! ഇതെന്റെ അക്കൗണ്ട് തന്നെയാണോ? വിശ്വസിക്കാൻ പറ്റാതെ ഞാൻ ഒന്നുകൂടി ബാലൻസ് ചെക്ക് ചെയ്തു. ഈശ്വര, ഇതെനിക്ക് വിശ്വസിക്കാമോ? വിശ്വസിക്കാമല്ലേ? 50 കോടി! എൻ്റെ ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നെങ്കിലും എൻ്റെ വീടിൻ്റെ ടെറസിന് മുകളിൽ കോടീശ്വരനായ ഞാൻ സ്വപ്നം കണ്ടങ്ങനെ കിടന്നു. പെട്ടെന്ന് ഹലോ, ആരാണ്? നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു 50 കോടി ക്രെഡിറ്റ് ആയില്ലേ? അത് നിങ്ങളെങ്ങനെ? 50 കോടി നിങ്ങൾക്കുള്ള എന്റെ ഗിഫ്റ്റ് ആണ്. ഇറ്റ്സ് മൈ ബർത്ത്ഡേ ഗിഫ്റ്റ് ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഹലോ, നിങ്ങൾ ആരാണ്? ഏയ്